എല്ലാവർക്കും നമസ്കാരം. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിൻ്റെ 4th യൂണിറ്റായ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ടൊരു ചിത്രം തന്നിരിക്കുന്നു. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു നെൽകൃഷിയാണ്. പാടശേഖര സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു പാഡി കൾട്ടിവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചിത്രം ശ്രദ്ധിക്കുക. അടുത്ത പേജിലായി നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. ക്യാൻ യു ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് യൂസ്ഡ് ഇൻ പാഡി കൾട്ടിവേഷൻ? ഈ നെൽകൃഷിയിൽ അല്ലെങ്കിൽ നെല്ലുൽപാദനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഫാക്ടേഴ്സ്, അതായത് അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്താമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ 2 പോയിന്റുകൾ തന്നിരിക്കുന്നു. ഫാം ഫീൽഡ്, സീഡ്. ഫാം ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൃഷി ഇടം എന്നാണ്. സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്. അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നീട് അവിടെ ഉള്ളത് ലേബേഴ്സ്, അതായത് ജോലിക്കാരുണ്ട്. മിഷ്യൻസ്, അതായത് കൃഷിക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങളുണ്ട്. എക്യുപ്മെന്റ്സ്, അതായത് ഉപകരണങ്ങളുണ്ട്. ഓർഗനൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇതിനെ നയിക്കുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ആളുകളും അവിടെയുണ്ട്, അതിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആള്. അപ്പൊ ഇത്രയുമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇതിന്റെ ഫാക്ടേഴ്സ്. അടുത്തതായി നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. അറേഞ്ച് ദ എബോവ് ഫാക്ടേഴ്സ് യു ഹാവ് ഐഡന്റിഫൈഡ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അതായത് നമ്മൾ മുകളിൽ കണ്ടെത്തിയ ഫാക്ടേഴ്സിനെ താഴെ തന്നിരിക്കുന്ന ടേബിളിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ടേബിളിന്റെ ഹെഡിങ് നോക്കാം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രനർഷിപ്പ് ഓർ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഹെഡിങ് തന്നിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ ടേമുകളെല്ലാം മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും അതെന്താണ് എന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം. ലാൻഡ് എന്താണെന്ന് നോക്കാം. ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ. അതിനകത്ത് സോയിൽ വരാം, എന്ന് വെച്ചാൽ മണ്ണ് വരാം, അതേപോലെ വാട്ടർ, വെള്ളം, അതുപോലെ സൺലൈറ്റ്, അതേപോലെ ഭൂമിയിൽ നിന്നും കിട്ടുന്ന മറ്റു കാര്യങ്ങൾ. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ലാൻഡ് എന്നുള്ള ഗണത്തിലാണ് പെടുത്തുന്നത്. അതായത് നാച്ചുറൽ റിസോഴ്സുകളെല്ലാം ലാൻഡ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ലാൻഡ് എന്ന് പറയുന്ന ഫീൽഡിനകത്ത് വരുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അവിടെ തന്നിരിക്കുന്നതിൽ ഫാം ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് ആണ്. സീഡ് എന്ന് പറയുന്നത് ലാൻഡ് ആണ്, അതായത് വിത്ത് എന്ന് പറയുന്നതും ലാൻഡ് ആണ്. പിന്നീട് ലാൻഡിനകത്ത് വരുന്നത് സോയിൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്. അപ്പോൾ ലാൻഡ് എന്ന് പറയുന്ന ഫീൽഡിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ലാൻഡിൽ വരുന്നത് ഫാം ഫീൽഡ്, സീഡ്, സോയില്, വാട്ടർ, സൺലൈറ്റ് എന്നിവയാണ്. അടുത്തതായിട്ട് ലേബർ. ലേബർ എൻകംപസസ് ഓൾ ഇന്റലക്ച്വൽ ഓർ ഫിസിക്കൽ എഫേർട്ട് ഡൺ ബൈ പീപ്പിൾ ഫോർ റിവാർഡ്. അതായത് റിവാർഡ് ലഭിക്കാനായി, അതായത് പ്രതിഫലം ലഭിക്കാനായി മനുഷ്യർ ചെയ്യുന്ന ഫിസിക്കലായിട്ടും ഇന്റലക്ച്വലായിട്ടും, എന്ന് വെച്ചാൽ ഫിസിക്കൽ എന്ന് പറയുന്നത് കായികമായിട്ടും, ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ഭൗതികപരമായിട്ടും, അതായത് ബുദ്ധിപരമായിട്ടും ചെയ്യുന്ന ജോലികളെയാണ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ എന്നോട് നോക്കാം. ലേബർ എൻകംപസസ് ഓൾ ഇന്റലക്ച്വൽ ഓർ ഫിസിക്കൽ എഫേർട്ട് ഡൺ ബൈ പേഴ്സൺ ഫോർ റിവാർഡ്. അപ്പോൾ റിവാർഡ് ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഇന്റലക്ച്വലായിട്ടും ഫിസിക്കലായിട്ടും ചെയ്യുന്ന ജോലികളെയാണ് എന്ത് പറയുന്നത്? ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലേബർ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഹെഡ് ലോഡ് വർക്കേഴ്സ് ഉണ്ട്, അതായത് ചുമട്ട് തൊഴിലാളികൾ, അവര് ലേബേഴ്സ് ആണ്. അതർ ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് ഇതുപോലെ ജോലി ചെയ്യുന്ന, അതായത് അവിടെ ഒരുപാട് കൃഷിപ്പണികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഇതിനകത്ത് ലേബർ എന്ന് പറയുന്ന ഗണത്തിലാണ് പെടുന്നത്. അടുത്തതായി ക്യാപിറ്റൽ എന്ന് പറയുന്നത് all man-made resources that aid the production process are capital. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും ക്യാപിറ്റൽ എന്ന ഗണത്തിലാണ് പെടുന്നത്. അപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചിത്രത്തിലേക്ക് നോക്കാം. നമുക്ക് മനുഷ്യനിർമ്മിതമായിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് മിഷ്യൻസ്, അതായത് യന്ത്രങ്ങൾ, നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ, അതേപോലെ തന്നെ എക്യുപ്മെന്റ്സ്, അതായത് നമ്മൾ കൃഷിപ്പണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ എന്താണ്? ക്യാപിറ്റലിനകത്ത് വരുന്നത്. അപ്പോൾ മാൻമെയ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്യാപിറ്റലാണ് വരുന്നത്. അടുത്തതായിട്ട് എന്റർപ്രനർഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. എന്റർപ്രനർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ
appropriately to make production possible. അതായത് ഒരു പ്രൊഡക്ഷൻ സാധ്യമാകുന്നതിന്, ഒരു പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ലാൻഡിനെയും ക്യാപിറ്റലിനെയും ലേബറിനെയും കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ജോലിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ ഇവിടെ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഓർഗനൈസർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ലീഡർ ആണ്. അപ്പൊ അവരാണ് ഈ പറഞ്ഞ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ്, അതായത് ഈ പാഡി ഫീൽഡ് ആണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ പാഡി പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ആ പാഡി പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടി ഈ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും എല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഓർഗനൈസർ അല്ലെങ്കിൽ ലീഡർ ആണ്. അപ്പോൾ അവരാണ് ഇവിടുത്തെ എന്റർപ്രണർഷിപ്പ്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടും. അതിനകത്ത് ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, എന്റർപ്രണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ലാൻഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാൻഡ് എന്ന് പറയുന്നത് ഓൾ നാച്ചുറൽ റിസോഴ്സിനെയാണ് ലാൻഡ് എന്ന് പറയുന്നത്. ലേബർ എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടും ഇന്റലക്ച്വലായിട്ടും ചെയ്യുന്ന ജോലി, അതായത് ഒരു റിവാർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ജോലി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേബർ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാൻമെയ്ഡ് റിസോഴ്സുകളാണ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള റിസോഴ്സുകൾ. അതിനകത്ത് നമ്മുടെ മെഷീനറീസ്, നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ വരും. അടുത്തതായിട്ട് എന്റർപ്രണർഷിപ്പ് ആണ്. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന 3 ഘടകങ്ങളെയും, അതായത് ലാൻഡ്, ക്യാപിറ്റൽ, ലേബർ, ഇതിനെ 3നെയും കൂടി ഒത്തൊരുമിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്ന ആ പ്രക്രിയ പറയുന്നതാണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഈ ഫാക്ടേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ ലാൻഡ് എന്ന് പറയുന്ന ടേമിനെ ബേസ് ചെയ്ത് പറയാം. ലാൻഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് റെന്റ് ആണ്. അതേപോലെ ലേബേഴ്സിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് വേജസ് ആണ്. വേജസ് എന്ന് വെച്ചാൽ ശമ്പളമാണ്. അടുത്തതായിട്ട് നമ്മുടെ ക്യാപിറ്റലിന് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ എന്റർപ്രണർഷിപ്പിന് നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ലാൻഡിന് ലഭിക്കുന്ന റിവാർഡ് റെന്റ് ആണ്, വാടകയാണ്. നമ്മുടെ ലാൻഡ് എന്ന് പറയുന്ന ഘടകം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് റെന്റ് ആണ് ലഭിക്കുന്ന റിവാർഡ്. അടുത്തായിട്ട് ലേബർ, ജോലിക്കാർ, ജോലി എന്നുള്ള അർത്ഥം. ആ ജോലിക്ക് ലഭിക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് വേജസ് ആണ്, അതായത് കൂലിയാണ്. ക്യാപിറ്റലിന് ലഭിക്കുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, പലിശയാണ്. അതേപോലെ തന്നെ എന്റർപ്രണർഷിപ്പിന് ലഭിക്കുന്ന റിവാർഡ് പ്രോഫിറ്റ് ആണ്, അതായത് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാണ്. What are the different purposes for which the paddy cultivated in the farmland can be used by the producers? അതായത് നമ്മൾ ഈ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച നെല്ല് അത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ 2 പോയിന്റ് തന്നിരിക്കുന്നു. ഒന്നാമത്തേത് ഫോർ ഫുഡ്, നമ്മൾ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ നെല്ല് ഉപയോഗിക്കുന്നു. അടുത്തായിട്ട് ഫോർ സെയിൽ, ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ വിൽപ്പനയ്ക്കായിട്ട്, കച്ചവടത്തിനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് നോക്കാം. അടുത്തതായി ഫോർ ഇൻകം, അതായത് ഇൻകം എന്ന് വെച്ചാൽ വരുമാനം. നമുക്കൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടി, നമുക്കൊരു ജീവിതമാർഗം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഈ പാഡി കൾട്ടിവേഷൻ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഫോർ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നെല്ലിൽ നിന്നും അരിയാക്കിയതിനു ശേഷം അതിൽ നിന്ന് നമുക്ക് അരിപ്പൊടി അല്ലെങ്കിൽ മറ്റു ഭക്ഷ്യവസ്തുക്കൾ, ഇങ്ങനെ മൂല്യവർദ്ധിതമായിട്ട് ഉൽപ്പന്നങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നെല്ല് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ ഇതിനൊരു നിശ്ചിത വില ഇട്ടുകൊണ്ട് ആ ഉൽപ്പന്നം നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. അത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. ആ പണം അവരുടെ വരുമാന മാർഗമായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ കാശിന് വേണ്ടി അല്ലെങ്കിൽ കാശ് കൊടുത്ത് വസ്തുക്കൾ കൈമാറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, എങ്കിലും ഒന്നുകൂടെ പറയാണ്. അപ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയെ നമ്മൾ പറഞ്ഞിരുന്നത് ബാർട്ടർ സിസ്റ്റം എന്നാണ്. അപ്പോൾ ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ്, അതായത് സാധനങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ കൈമാറുന്നു. പണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ സാധനങ്ങൾ കൊടുക്കാറുള്ളത്, സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പൊ ദിസ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഗുഡ്സ്, ദിസ് ഈസ് നോൺ ആസ് ബാർട്ടർ സിസ്റ്റം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കാലഘട്ടത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ബാർട്ടർ സിസ്റ്റം പിന്തുടരുന്നില്ല. ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന രീതി എന്താണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. സാധനങ്ങൾ കൊടുത്ത് നമ്മൾ പണം കൈപ്പറ്റുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ ബാർട്ടർ സിസ്റ്റത്തിന്
പല ഡ്രോബാക്സുകളും ഉണ്ട്, പല ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു, റൈറ്റ് ഡൗൺ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അവിടെ ഒരു പോയിന്റ് തന്നിരിക്കുന്നു, ഡിഫിക്കൽറ്റി ഇൻ ഡിറ്റർമിനിങ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. അതായത് സാധനങ്ങളുടെ വില കണ്ടെത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അതായത് ആ സാധനത്തിന് എത്ര മൂല്യമുണ്ട് എന്ന് കണ്ടെത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കി പോയിന്റുകൾ നമുക്ക് നോക്കാം. ഡിഫിക്കൽറ്റി ഇൻ ഫൈൻഡിങ് എ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ്. അതായത് എനിക്കിപ്പോൾ കുറച്ച് അരിയാണ് ആവശ്യമെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് ചക്കയാണെങ്കിൽ ഈ ചക്ക കൊടുത്തിട്ട് അരി ഞാൻ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരാളിനെ ഞാൻ കണ്ടെത്തണം. എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ചക്ക വാങ്ങി എനിക്ക് അരി തരാൻ പറ്റുന്ന ഒരാളിനെ ഞാൻ കണ്ടെത്തണം. അങ്ങനെ ഒരാളിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അതായത് കാശിന് എടുത്തിട്ടല്ല നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. ഇങ്ങനെ സാധനങ്ങൾ കൊടുത്ത് കാണുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുള്ള ഒരാളിനെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഡിഫിക്കൽറ്റി ഇൻ ഫൈൻഡിങ് എ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ്. അടുത്തത് നോ ക്രെഡിറ്റ് സിസ്റ്റം. അതായത് ക്രെഡിറ്റ് സിസ്റ്റം നമുക്ക് കടമായിട്ട് വാങ്ങിക്കുന്ന അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇല്ലായിരുന്നു. അടുത്തതായിട്ട് ഡിഫിക്കൽറ്റി ഇൻ ടാക്സൈസേഷൻ. അതായത് ഇതിന്റെ ടാക്സ് കണ്ടുപിടിക്കുക. ഇപ്പോൾ എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിയാലും ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ടാക്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തത് ലാക്ക് ഓഫ് ട്രസ്റ്റ്. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വിശ്വാസത്തിന്റെ കുറവ്. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളുടെ മൂല്യം കുറഞ്ഞു പോയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സാധനത്തിന്റെ മൂല്യം കുറഞ്ഞു പോയോ എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിന്റെ കുറവ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്രോബാക്സ്. അടുത്തതായി, ഹൗ കുഡ് ഹാവ് ഹ്യൂമൻസ് ഓവർകം ദീസ് ലിമിറ്റേഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ എക്സ്ചേഞ്ച്? ലുക്ക് അറ്റ് ദ ഫിഗർ 4.2. അതായത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെ എങ്ങനെയാണ് മനുഷ്യർ ഓവർകം ചെയ്തത്? അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് ബാർട്ടർ സിസ്റ്റം. അപ്പോൾ സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ കൈമാറുന്ന ബാർട്ടർ സിസ്റ്റം. അടുത്തതായിട്ട് ഗോൾഡ്, അതായത് സ്വർണ്ണ നാണയങ്ങൾ കൈമാറുന്ന, അതായത് സാധനങ്ങൾക്ക് പകരം സ്വർണ്ണ നാണയങ്ങൾ കൈമാറുന്ന ഒരു സിസ്റ്റം അതിനുശേഷം ഉണ്ടായി. അതിനുശേഷം ഉള്ളത് മെറ്റൽ കോയിൻസ്, അതായത് ഗോൾഡുകൾക്ക് പകരം മറ്റ് മെറ്റലുകൾ ഉപയോഗിച്ചുള്ള കോയിനുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. അതിൽ നിന്നും നമ്മൾ എവിടേക്ക് വന്നു? പേപ്പർ മണിയിലേക്ക് വന്നു. അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടുകൾ പോലെയുള്ള സാധനം. അപ്പോൾ അതാണ് പേപ്പർ മണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെറ്റൽ കോയിൻസിൽ നിന്നും പേപ്പർ മണിയിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ പ്ലാസ്റ്റിക് കാർഡുകളിലേക്ക് വന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലെയുള്ള ATM കാർഡ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സാധനങ്ങൾ, കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പർച്ചേസുകളൊക്കെ വന്നു. അതിനുശേഷം നമ്മൾ ഇലക്ട്രോണിക് മണിയാണ് ഇപ്പോൾ നമ്മൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇലക്ട്രോണിക് മണിയാണ്. നമ്മളിപ്പോൾ ഏത് കടകളിൽ പോയാലും കാശൊന്നും കൊണ്ടുപോകാറില്ല. നമ്മൾ ഫോണിൽ നിന്നും പൈസ അയച്ചു കൊടുക്കുന്നു, സ്കാൻ ചെയ്യുന്നു, പൈസ അയച്ചു കൊടുക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ പൈസ കൈമാറാൻ സാധിക്കും. അപ്പോൾ ഇലക്ട്രോണിക് മണിയാണ് ഇപ്പോൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഒരു നോട്ടായിട്ട് നോക്കാം. അപ്പോൾ ചോദ്യം ഒന്നും കൂടെ പറയാം. ഹൗ കുഡ് ഹാവ് ഹ്യൂമൻസ് ഓവർകം ദീസ് ലിമിറ്റേഷൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ എക്സ്ചേഞ്ച്? അതായത് ബാർട്ടർ സിസ്റ്റത്തിലുള്ള ലിമിറ്റേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അതല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം പറയാം. എവല്യൂഷൻ ഓഫ് മണി, അതായത് മണിയുടെ എവല്യൂഷൻ, അതിന്റെ ഒരു പരിണാമം എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് അതിന്റെ നോട്ട് നോക്കാം. In the early stage of the evolution of money, many things like animal skins, agricultural products, cattle, etc. were used as money. എന്ന് പറഞ്ഞാൽ ഈ ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ മൃഗങ്ങളുടെയൊക്കെ തോല്, മറ്റ് കാർഷിക വിഭവങ്ങള്, നമ്മൾ കന്നുകാലികളെയൊക്കെ അങ്ങനെ പല വസ്തുക്കളെയും പണമായിട്ട് ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ പല സാധനങ്ങളും വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം as metal become available, gold and various type of metals and then metal coins were used as money. അതായത് മെറ്റൽസ് ഒക്കെ ലഭ്യമായതോടുകൂടി, നമുക്ക് കിട്ടി തുടങ്ങിയതോടുകൂടി സ്വർണവും മറ്റ് പലതരത്തിലുള്ള മെറ്റൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കോയിനുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. Trade gradually shifted to paper money as it could be more conveniently used as a common medium. അതായത് ഒരു പൊതുമാധ്യമം, അതായത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ കച്ചവടം പതിയെ പേപ്പർ കറൻസിയിലേക്ക് മാറാൻ തുടങ്ങി. As the concept of market assumed new dimensions and technologies started dominating in all areas, monies were transformed into a form that we see today or familiar with, such as card, plastic money and electric money. അതായത്
നമ്മുടെ കടലാസ് നോട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ കറൻസികൾ പതിയെ എന്തായിട്ട് മാറി, മറ്റ് സാങ്കേതിക വിദ്യകളിലേക്ക് മാറാൻ തുടങ്ങി. അതായത് സാങ്കേതിക വിദ്യകളൊക്കെ വികാസം പ്രാപിക്കുന്നതോടുകൂടി എന്താണ് പ്ലാസ്റ്റിക് മണിയിലേക്ക്, എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മണി എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പണം, അതായത് ATM കാർഡ് പോലെയുള്ള കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതിയിലേക്ക് മാറി. അവിടെ നിന്ന് നമ്മൾ എന്തായിട്ട് മാറി, പുതിയ ഇലക്ട്രോണിക് സംവിധാനത്തിലേക്ക് നമ്മൾ മാറി. ഇപ്പോൾ നമ്മൾ കാണുന്ന, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കടകളിലൊക്കെ ചെന്ന് സ്കാൻ ചെയ്ത് പൈസ അയക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് പൈസ അയക്കുന്നത് പോലെയൊക്കെയുള്ള രീതികളിലേക്ക് ക്യാഷ് മാറി. അപ്പോൾ നമ്മുടെ എവല്യൂഷൻ ഓഫ് മണി, അതായത് നമ്മുടെ പണത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഒന്നും കൂടെ വായിക്കാം. ഇൻ ദ ഏർലി സ്റ്റേജ് ഓഫ് ദ എവല്യൂഷൻ ഓഫ് മണി, മെനി തിങ്സ് ലൈക്ക് ആനിമൽ സ്കിൻസ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാറ്റിൽ എക്സെട്ര വെയർ യൂസ്ഡ് ആസ് മണി. As metals become available, gold and various type of metals and then metal coins were used as money. Trade gradually shifted to paper money as it could be more conveniently used as a common medium. As the concept of market assumed new dimensions and technology started dominating in all areas, money were transformed into a form that we see today or familiar with such cards, plastic മണി ആൻഡ് ഇലക്ട്രോണിക് മണി. അപ്പോൾ ഇത്രയുമാണ് അതിന്റെ ആൻസർ. അടുത്തതായി, വിത്ത് ദ അക്സെപ്റ്റൻസ് ഓഫ് മണി ആസ് എ കോമൺ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മണി ബിക്കെയിം ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് പണം എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും ബേസിക് യൂണിറ്റ് ആയിട്ട് മാറി. കാരണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് മണി ആയി മാറി. അപ്പോൾ ആ പോയിന്റ് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. Money became the basic unit of all economic activity. ഇപ്പോൾ നമുക്ക് മണി ഉപയോഗിച്ചുകൊണ്ട്, പണം ഉപയോഗിച്ചുകൊണ്ട് ഏത് ഉൽപ്പന്നം വേണമെങ്കിലും വാങ്ങിക്കാം, ഏത് സർവീസുകൾ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അതിന്റെ പ്രതിഫലമായിട്ട് നമ്മൾ മണി നൽകിയാൽ മതി. അങ്ങനെ നമുക്ക് പ്രതിഫലമായിട്ട് പല രീതിയിൽ നൽകാം. നമുക്ക് റെന്റ് ആയിട്ട് നൽകാം, വേജസ് ആയിട്ട് നൽകാം, ഇൻട്രസ്റ്റ് ആയിട്ട് നൽകാം, പ്രോഫിറ്റ് ആയിട്ട് നൽകാം. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ മണിയെ ഉപയോഗിക്കാൻ പറ്റും. ലേബർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ്. അതായത് ഒരു ഉൽപാദന പ്രക്രിയയിൽ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ലേബർ ആണ്. അപ്പോൾ നമുക്കൊരു ഏപ്പർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ പ്രതീക്ഷിക്കാം. ലേബർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ്. ഫോർ മോസ്റ്റ് പീപ്പിൾ, വേജസ് ഏൺഡ് ഫോർ ദെയർ ലേബർ ആസ് ദെയർ സോഴ്സ് ഓഫ് ഇൻകം. അതായത് ഈ ലേബറിന്റെ വേജസ്, അതായത് ലേബറിന് കിട്ടുന്ന റിവാർഡ്, അയാൾക്ക് കിട്ടുന്ന ശമ്പളം, അതിനെ വേജസ് ആണ് ഒരു ലേബറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം, അയാളുടെ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വേജസ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ പഠിക്കുക. ഫോർ മോസ്റ്റ് പീപ്പിൾ, വേജസ് ഏൺഡ് ഫോർ ദെയർ ലേബർ ആർ ദെയർ സോഴ്സ് ഓഫ് ഇൻകം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.